ഹായ് ഉണ്ണികളെ, നമുക്കിന്നൊരു ബാലരമ കഥ വായിക്കാം. മായാവിയുടെ തന്നെ ആവട്ടെ. എല്ലാ കുട്ടികളുടെയും ഫേവററ്റ് ആണല്ലോ മായാവി. അപ്പം എന്താണ്ടിയുടെ അപ്പൂപ്പനിങ്ങനെ നടക്കുന്നു, ചൂടെടുത്ത് വലഞ്ഞ് അവസാനം അപ്പൂപ്പൻ്റെ കയ്യിലെ വടി കൊണ്ട് ഒറ്റയടി ടക്ക്. അപ്പം എന്താണ്ടി അവിടെ ഒരു മരം അങ്ങ് പൊങ്ങി വന്നു. ഇനി ഈ മരത്തണലിൽ ഇരിക്കാം. ഇതെല്ലാം കണ്ടുകൊണ്ട് തൊട്ടപ്പുറേ നമ്മുടെ ഡാഗിനി അമ്മൂമ്മ ഉണ്ടായിരുന്നു. ഡാഗിനി അമ്മൂമ്മ ഞെട്ടിപ്പോയി. ഹലോ, ഇത് കൊള്ളാമല്ലോ, ഡാഗിനി അമ്മ അപ്പൂപ്പനോട് പറഞ്ഞു. അപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു, ഇതാണ് മരവടി, അടിച്ചാൽ അടിച്ചെടുത്ത് മരം മുളയ്ക്കും. ഹായ് നോക്കട്ടെ എന്ന് പറഞ്ഞ ഡാഗിനി അമ്മൂമ്മ അത് മേടിച്ചു. എന്നിട്ട് നിലത്തടിച്ചു ടക്ക്. അപ്പം എന്താണ്ട് അവിടെ മരം വന്നു. ഹായ്, ഇതേ വന്നു. ഇനി വേറൊരു സൂത്രം കാണിക്കാം. ഹി ഹി ബിംബോം സ്റ്റാച്ചു. ഡാഗിനി അമ്മൂമ്മയുടെ സ്വന്തം സ്വഭാവം പുറത്തിറക്കി ആ അപ്പൂപ്പനെ സ്റ്റാച്ചു ആക്കി. ഹാ താനിനി അനങ്ങില്ല, ഈ വടി എനിക്കിരിക്കട്ടെ എന്നും പറഞ്ഞ വടിയും കൊണ്ടങ്ങ് പോയി. മായാവി ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. എനിക്ക് ഈ വടി കൊണ്ടൊരു കാര്യമുണ്ട്. ആ കാര്യം എന്താണെന്ന് എനിക്കറിയാം, മായാവി മനസ്സിൽ ആലോചിച്ച്. വടി കൊണ്ട് മരം ഉണ്ടാക്കി കുട്ടികളെ ഉപദ്രവിക്കാനാണ് പ്ലാൻ. വഴിയുണ്ട്, ഡാഗിനിയുടെ മുന്നിലൂടെ പറക്കാം. എന്നിട്ട് മായാവി ഇങ്ങനെ പറന്ന് ഗുഹയിൽ കയറി. മായാവി അവനെന്താ ഈ ഗുഹയിൽ കയറുന്നത്? പിന്നാലെ ചെന്ന് ഡാഗിനി അമ്മൂമ്മ പിന്നാലെ ചെന്നു. അവിടെ ചെന്നപ്പോൾ നമ്മുടെ മായാവി ഇതാണ്ട് ഇൻവിസിബിളായിട്ട് അവിടെ ഇരിപ്പുണ്ടേ. അവനെ കാണാനില്ലല്ലോ. മായാവി ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് പെട്ടെന്ന് മായാവി വന്നിട്ട് ഡാഗിനിയുടെ കയ്യിൽ നിന്ന് വടി അങ്ങ് എടുത്തു. അയ്യോ, വടി പോയി. മായാവി പുറത്ത് കിടന്ന് വടി ഒറ്റയടി ടക്ക്. അപ്പം എന്ത് പറ്റി? ഗുഹയുടെ മുമ്പിൽ ഒരു മരം മുളച്ചു വന്നു. അയ്യോ, മരം പുറത്തേക്കുള്ള വഴി അടഞ്ഞേ. അങ്ങനെ ഡാഗിനി അമ്മ തന്നെ അവിടെ കുടുങ്ങിപ്പോയി. എല്ലാവർക്കും നമ്മുടെ മായാവി കഥ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് ഇനിയും ബാലരമയിലെ കഥകൾ വായിക്കാം കേട്ടോ.